ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൊല്ലങ്കോട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ പ്രകൃതി ഭംഗി കണ്ടപ്പോൾ പെട്ടെന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പാടവും കുറേ തെങ്ങുകളും ഒക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെറുതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാടത്ത് കൃഷിയൊന്നും ഇല്ല കേട്ടോ, വരണ്ട് കിടക്കുന്ന പാടമാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലോട്ട് പോയപ്പോൾ കുറേ മാവും തോട്ടം കണ്ടു. ഇത് മാവ് കൃഷി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ മാവും തോട്ടങ്ങളുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ മാവും തോട്ടങ്ങളാണ്. അത് ഓരോ എസ്റ്റേറ്റാണ്, ഓരോരുത്തരുടെ ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട്. പിന്നെ ദാ പാലക്കാട് കരിമ്പന ഇല്ലാതെ എന്ത് അല്ലേ? പാലക്കാട് കരിമ്പനകളുടെ നാട് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രം. കുറേ മലയാള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒടിയനിലൊക്കെ സ്ഥിരം ലൊക്കേഷനാണെന്ന് അവർ തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ കളിയാട്ടം, ഞാൻ ഇതിനെപ്പറ്റി ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കാണാനൊക്കെ. ഇങ്ങനെ പേരാലൊക്കെ ഇങ്ങനെ നിറയെ ഇങ്ങനെ വിടർന്നങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. സിനിമയിലൊക്കെ ലൊക്കേഷനാക്കാനും നല്ലതാണ്. ഇതൊരു ക്ഷേത്രമാണ്. അവിടെ കറുപ്പുസ്വാമിയാണ് അവിടുത്തെ വിഗ്രഹം. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ നമുക്ക് വഴിപാട് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷെ അവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടും വൃത്തിയില്ല. കാരണം ഈ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു സ്ഥലമായിരിക്കും, ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ കണ്ടു അറിഞ്ഞു ഇങ്ങനെ ഒരുപാട് പേര് എത്തുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ടേക്കാണ്. കഴിക്കുന്ന സാധനങ്ങളാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും അവിടെ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിലും അത് ഇടില്ല. മൊത്തത്തിൽ ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇനി വരുന്നവരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേ പേർക്കൂടെ കാണാനുള്ള സ്ഥലമല്ലേ ഇത്. പ്രകൃതി ഒരാളുടെ മാത്രമല്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടിയൊക്കെ നമ്മളത് കാത്തു സൂക്ഷിക്കണമല്ലോ. ഒരാളെയും കൊണ്ട് വിചാരിച്ച ഒന്നും നടക്കില്ല എന്നറിയാം, എങ്കിലും കുറച്ച് പേരൊക്കെ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായക്കട കണ്ടിരുന്നു കേട്ടോ. ഓലം മേഞ്ഞൊരു ചായക്കട, മുത്തശ്ശിയുടെ ചായക്കട എന്നാണ് അതിൻ്റെ പേര്. ഒട്ടുമിക്ക ആൾക്കാരും അവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. സൂര്യ ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ല. മുഴുവൻ പാടവും അതിൻ്റെ നടുവിലൂടെ കുറേ വരമ്പുകളുമാണ്. പിന്നെ രണ്ട് സൈഡിലും ബന്ദിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി വൈകിയാണ് അവിടെ എത്തിയത്, അതുകൊണ്ട് പ്രത്യേകിച്ചും ഒന്നും കാണാനായിട്ടില്ലായിരുന്നു. പിന്നെ ബണ്ടിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നതും ഒക്കെ ആയിട്ട് കാണാം. പിന്നെ ഇരുട്ടിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 7 മണി വരെയൊക്കെ ഉള്ളൂ ആൾക്കാർ. പിന്നെ അതിന് സൈഡിൽ കടകളൊക്കെ ഉണ്ട് റോഡ് സൈഡിലായിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നൊക്കെ അവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ നമ്മളോട് പടം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം എന്താ വരയ്ക്കുന്നത്? 2 മല, താഴെ ഒരു പാടം, സൈഡിൽ 2 തെങ്ങ്, ഒരു 2-3 കാക്ക പറന്നു പോന്നു. അപ്പോൾ ഇതൊക്കെ പടത്തിൽ കണ്ടിട്ടുള്ളതൊക്കെ ഒറിജിനലുണ്ടോ എന്ന് ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒറിജിനലുണ്ട്. പാലക്കാട് വന്ന ശേഷമാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് കേട്ടോ. അതൊക്കെ സത്യമാണ്. മലയുടെ താഴെ പാടമൊക്കെ ഉണ്ട്. അപ്പോൾ കൊല്ലങ്കോട് സൈഡിലാണെങ്കിൽ കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.